എടാ മക്കളെ, പിന്നെ സൂപ്പർ കപ്പിന്റെ വേദി ഒഡീഷയായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊരു പ്രത്യേകം വീഡിയോ ചെയ്ത് വലിച്ചു നീട്ടുന്നില്ല. സൂപ്പർ കപ്പ് ഒഡീഷയിൽ വെച്ച് തന്നെ നടക്കും എന്ന് മാർക്കസ് മർഗലോ പറഞ്ഞിട്ടുണ്ട്. നാളെ അതിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷനും കാര്യങ്ങളൊക്കെ വരും. വേണമെങ്കിൽ അപ്പോൾ ഒന്ന് ചെയ്തേക്കാം. നിങ്ങളെല്ലാവരും അറിഞ്ഞല്ലോ, പിന്നെ പറയേണ്ട കാര്യമില്ല. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. സാധാരണഗതിയിൽ ഇറച്ചിക്കോഴികളെ പോലെ കിട്ടുന്ന വിലയ്ക്ക് താരങ്ങളെ തൂക്കി വെക്കുന്ന ഒരു പിഴച്ച മാനേജ്മെന്റ് ആണ് നമുക്കുള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. അപ്പം വളരെ മികച്ച പ്രകടനം, വളരെ ഇംപ്രസീവായിട്ട് കാഴ്ചവെച്ചിട്ടുള്ള കോറോ സിംഗ് എന്ന യുവതാരം. കോറോ സിംഗിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ വലിച്ചു നീട്ടി തള്ളുന്നില്ല. അതേ കോറോ സിംഗിന് വിവിധ ക്ലബ്ബുകളിൽ നിന്നും നിരവധി ഓഫറുകൾ വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കോറോ സിംഗിനെ ബ്ലാസ്റ്റേഴ്സ് വിട്ടേക്കും എന്ന തരത്തിൽ ചില വാർത്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കോറോ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുന്നില്ല. കോറോ സിംഗിന്റെ പ്രകടനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അധികൃതർ വളരെ ഇംപ്രസ്ഡ് ആണ്. അതുകൊണ്ട് വരാൻ പോകുന്ന സീസണിലേക്ക് ഏതായാലും കോറോ സിംഗ് ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരും. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ ടീമിന്റെ ഭാഗമായിട്ട് കോറോ സിംഗ് തുടരും എന്നാണ് അറിയാൻ കഴിയുന്നത്. നല്ല കാശ് കിട്ടിയാൽ ഇവന്മാർ തൂക്കി വിൽക്കേണ്ടതാണ്. പക്ഷേ ഈ കോറോ സിംഗിനെ പോലെ ഒരു താരത്തിനെ വിറ്റ് കളഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആരാധകരുടെ ഭാഗത്ത് നിന്ന് നല്ല പ്രതിഷേധം ഉണ്ടാവും എന്ന് റിയലൈസ് ചെയ്തുകൊണ്ടായിരിക്കും കോറോ സിംഗിനെ വിറ്റ് കളയാത്തത്. അപ്പം പലരെയും ഇങ്ങനെ വിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് വിറ്റ ചരിത്രമുണ്ട്. കൂടുതൽ പറയണ്ട. ജീക്സിനെ വിൽക്കില്ലെന്ന് പറഞ്ഞിട്ട് വിറ്റിട്ടുണ്ട്, സഹലിനെ വിൽക്കില്ലെന്ന് പറഞ്ഞിട്ട് വിറ്റിട്ടുണ്ട്. സോ അധികം ഒന്നും സന്തോഷിക്കേണ്ട. ആരാധകരുടെ പ്രതിഷേധം അണപൊട്ടി ഒഴുകാതിരിക്കാൻ വേണ്ടി തൽക്കാലം കോറോയെ വിൽക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തന്നെ കോറോ സിംഗ് തുടരും. ഇപ്പം എന്തായാലും പുള്ളി വിൽക്കുന്നില്ല. തള്ളാതെ നീറ്റായിട്ട് കാര്യം പറഞ്ഞു പോയതാണ്. അപ്പം പ്രശ്നങ്ങളുണ്ടെങ്കിൽ റിയലി ഓഫ് ഞാൻ അപ്പോളജി അപേക്ഷിക്കുന്നു.